നിങ്ങളൊരു AI കോണ്ടന്റ് ക്രിയേറ്റർ ആണോ? അല്ലെങ്കിൽ AI വെച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? എങ്കിൽ ഉറപ്പായും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. ഒരു ചെറിയ ഡീപ്പ് ഫേക്ക് വീഡിയോ മതി നിങ്ങളുടെ ലൈഫ് അവതാളത്തിലാകാൻ. നമ്മുടെ മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടർ ശ്രീ മോഹൻലാൽ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്ത്യയിലെ പേഴ്സണാലിറ്റി റൈറ്റ്സിന് പ്രത്യേകിച്ച് ഒരു ആക്ടൊന്നുമില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസി, കോപ്പിറൈറ്റ് ആക്ടിലെ സെക്ഷൻ 38A, പിന്നെ ടോർട്ട് ഓഫ് പാസിംഗ് ഓഫ്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് കോടതിയിൽ പെറ്റീഷൻ അദ്ദേഹം ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ സിമ്പിളായി പറഞ്ഞു തരാം. ശ്രീ മോഹൻലാലിൻ്റെ മുഖം, ശബ്ദം, പേര് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസാണ്. ആൻഡ് പുള്ളിയുടെ സമ്മതമില്ലാതെ ഇത് പലരും ഡീപ്പ് ഫേക്ക് ചെയ്ത് വീഡിയോ ചെയ്യുകയും പിന്നെ ഡീപ്പ് ഫേക്ക് ചെയ്ത് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുകയും അവരതിലൂടെ ക്യാഷ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. നിയമപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിജിറ്റൽ തെഫ്റ്റാണ്. നമുക്കിനി ഇതിലെ ലീഗൽ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോടതി പറഞ്ഞിട്ടും ഇതുപോലുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ആ കോണ്ടന്റ് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിവിൽ പ്രൊസീജിയർ കോഡ് നിയമത്തിലെ ഓർഡർ 39 റൂൾ 2A പ്രകാരം 3 മാസം വരെ സിവിൽ ജയിലിൽ പാർപ്പിക്കാം. ഇനി കോപ്പിറൈറ്റ് ആക്ട് വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 lakhs rupees ഫൈനും 3 വർഷം വരെ ജയിൽ തടവ് ശിക്ഷയുമാണ് വിധിക്കാൻ സാധിക്കുക. ഇനി ഇതുമല്ലാതെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അവർ നഷ്ടപരിഹാരം ചോദിക്കും. അത് ഒരുപക്ഷെ ലാക്സിലായിരിക്കില്ല, ക്രോഡ്സിലായിരിക്കും. സോ AI കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസം നിങ്ങൾക്കൊരു നോട്ടീസ് വന്നേക്കാം. അതുകൊണ്ട് ലീഗലി അപ്ഡേറ്റഡ് ആയിരിക്കുക. ഇതുപോലുള്ള കൂടുതൽ ലീഗൽ അപ്ഡേറ്റ്സിന് ഫോളോ ചെയ്യുക.